الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وأن محمدًا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. ബദരീങ്ങളെ സ്നേഹിക്കുന്നവരും അവരുടെ മാർഗം പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. എല്ലാ സ്വഹാബികൾക്കും ഒരേ ശ്രേഷ്ഠതയല്ല. എല്ലാ സ്വഹാബത്തിനെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കണം. സ്വഹാബത്തിനോടുള്ള സ്നേഹം ഈമാനിൻ്റെ ഭാഗമാണ്. സ്വഹാബത്തിനോടുള്ള വെറുപ്പ് നിഫാഖിൻ്റെ കാപട്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ സ്വഹാബികളിൽ എല്ലാവർക്കും ഒരേ ശ്രേഷ്ഠതയല്ല. അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബാക്കൾ, അവർക്കാണ് സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനം. അതിലൊന്നാമൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർ കഴിഞ്ഞാൽ പിന്നീട് സ്വഹാബാക്കളിൽ ഏറ്റവും സ്ഥാനമുള്ളത് ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾക്കാണ്. പ്രിയമുള്ളവരെ, അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് ഒട്ടേറെ പാഠങ്ങൾ വിശ്വാസികളായ നമുക്ക് ലഭിക്കുവാനുണ്ട്. തൗഹീദ് എന്താണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നതായിരുന്നു ബദർ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മുടെ നിലപാട്, എന്താണ് യഥാർത്ഥത്തിലുള്ള തൗഹീദ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന യുദ്ധമായിരുന്നു ബദർ. 2 പ്രാർത്ഥനകൾ ബദറിൻ്റെ രണാങ്കണത്തിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കും.
ഒന്നാമത്തെ പ്രാർത്ഥന മുശ്രിക്കീങ്ങളുടെ നേതാവായ അബൂജഹലിൻ്റെ പ്രാർത്ഥനയാണ്. അന്ന അബാ ജഹലിൻ ഖാല ഹീന ഇൽതഖൽ ഖൗം, രണ്ട് ജനതയും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അബൂജഹൽ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ അഖ്തഉനാ ലിർറഹിം വആതാനാ ബിമാ ലാ യുഅറഫു ഫഅഹിൻഹുൽ ഗദാത്. അല്ലാഹുമ്മ അഖ്തഉനാ ലിർറഹിം, അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബബന്ധം മുറിച്ച ആളുകൾ ആരാണോ, അബൂജഹൽ ഏറ്റവും വലിയ തെറ്റായി കണ്ടത് ശിർക്കല്ല, അവൻ ഏറ്റവും വലിയ തെറ്റായി കണ്ടത് കുടുംബബന്ധം മുറിക്കലാണ്. അതുകൊണ്ട് അബൂജഹലിൻ്റെ പ്രാർത്ഥന, അല്ലാഹുവേ ഞങ്ങളിൽ ആരാണോ കുടുംബബന്ധം മുറിച്ചിട്ടുള്ളത്, വആതാനാ ബിമാ ലാ യുഅറഫു, ഇതേവരെ അറിയപ്പെടാത്ത ഒരാദർശവുമായിട്ട് ആരാണോ രംഗത്ത് വന്നിട്ടുള്ളത്, അവരെ നീ ബദറിൻ്റെ രണാങ്കണത്തിൽ പരാജയപ്പെടുത്തണമേ. അബൂജഹലിൻ്റെ പ്രാർത്ഥന അള്ളാഹുവിനോട്. തലയിൽ നിന്ന് തട്ടം വീഴുമാറ് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോട്. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുവേ എനിക്ക് വാഗ്ദാനം ചെയ്ത സഹായം നീ നൽകണമേ. അല്ലാഹുവേ എന്നോട് വാഗ്ദാനം ചെയ്തത് നീ നൽകണമേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം, ദാ ഇസ്ലാമിൽപ്പെട്ട ഈ ഒരു കൊച്ചു സംഘത്തെ എങ്ങാനും, ഈ മുസ്ലിമീങ്ങളെ എങ്ങാനും നീ ബദറിൻ്റെ രണാങ്കണത്തിൽ പരാജയപ്പെടുത്തിയാൽ, നശിപ്പിച്ചാൽ, ലാ തുഅബദ് ഫിൽ അർദ്, പിന്നീട് നിന്നെ ഭൂമിയിൽ ആരാധിക്കുവാൻ ആളുകൾ ഉണ്ടാവുകയില്ല. ബദറിൻ്റെ രണാങ്കണത്തിൽ അബൂജഹൽ പ്രാർത്ഥിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രാർത്ഥിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. മുശ്രിക്കീങ്ങളുടെ നേതാവായ അബൂജഹലിൻ്റെ വിശ്വാസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസവും തമ്മിൽ എന്താണപ്പോൾ വ്യത്യാസമുള്ളത്? അബൂജഹലിൻ്റെ പ്രാർത്ഥനയും റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയും അല്ലാഹുവിനോട്. എന്തായിരുന്നു പിന്നെ അബൂജഹലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വിശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എന്നാൽ അതിന് പുറമെ അല്ലാഹുവല്ലാത്ത ഔലിയാക്കന്മാരോടും അല്ലാഹുവല്ലാത്ത മഹാന്മാരോടും പ്രാർത്ഥിച്ചു. അവിടെ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങളായി അറിയപ്പെട്ടിരുന്ന ലാത്ത പോലെ, ഉസ്സ പോലെ, മനാത്ത പോലെ, ഇബ്രാഹിം, ഇസ്മായിൽ അലൈഹി വസ്സലാത്തു വസ്സലാം പ്രവാചകന്മാരായിരുന്ന അവരെ കൂടി അബൂജഹല് തങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അതേസമയം ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, അതേസമയം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രാർത്ഥിച്ചു. നമ്മുടെ നാട്ടിൽ ഊരും പേരും അറിയാത്ത ജാറങ്ങളുണ്ട്. അവരോട് പ്രാർത്ഥിക്കുന്നത് പോലെയാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടുള്ള പ്രാർത്ഥന? അവരോടുള്ള പ്രാർത്ഥന പോലെയാണോ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള പ്രാർത്ഥന? ഒരിക്കലുമല്ല. എന്നിട്ട് പോലും അബൂജഹലുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുമുട്ടി. കാരണം ബദരീങ്ങളുടെ നിലപാട്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഖുൽ നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദ, എൻ്റെ റബ്ബിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ഈ വിശ്വാസമായിരുന്നു ബദരീങ്ങളുടേത്. ഇതാണ് രണ്ട് വിശ്വാസങ്ങൾ. അവരുടെ വിശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ട് വിശ്വാസങ്ങൾക്കാണ് രക്തങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇതിനു വേണ്ടിയാണ് കുടുംബങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. അൻസാറുകൾ ആദ്യം ബദറിന്റെ രണാങ്കണത്തിലേക്ക് മുന്നിലേക്ക് വരുന്നത് അൻസാറുകളാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളെയല്ല, ഞങ്ങൾക്ക് ആവശ്യം മുഹാജിറുകളെയാണ്. ഞങ്ങളുടെ നാട്ടുകാരായ, ഞങ്ങളുടെ കുടുംബക്കാരായ, ഞങ്ങളുടെ കൂടെ ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന മുഹാജിറുകളെയാണ് ഞങ്ങൾക്ക് ആവശ്യം.
അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും നേരെ വാളെടുത്തിറങ്ങുവാൻ മക്കയിലെ മുശ്രിക്കിനെ പ്രേരിപ്പിച്ചത് അല്ലാഹു മാത്രം മതി എന്ന വിശ്വാസം ബദരീങ്ങൾ സ്വീകരിച്ചത് കൊണ്ടായിരുന്നു. രണ്ട് വിശ്വാസങ്ങൾ: ഒന്ന് അല്ലാഹുവിനോട് മാത്രം, രണ്ടാമത്തെ വിശ്വാസം അല്ലാഹുവിനോടും അതോടൊപ്പം ഔലിയാക്കന്മാരോടും അമ്പിയാക്കന്മാരോടും. അതുകൊണ്ടാണ് മുശ്രിക്കീങ്ങൾ ചോദിച്ചത്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, മുഹമ്മദ് എല്ലാ ആരാധ്യന്മാരെയും ഒറ്റ ഇലാഹാക്കി മാറ്റിയോ? എല്ലാ ഇലാഹുകളെയും കൂട്ടി ഒറ്റ ഇലാഹാക്കി മാറ്റിയോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, അതൊരു അത്ഭുതമായ കാര്യം തന്നെയാണ്. ഇനി പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ അല്ലാഹു മാത്രം മതിയെന്നോ, ഇനി സുജൂദകൾ അർപ്പിക്കുവാൻ അല്ലാഹു മാത്രം മതിയെന്നോ, ഇനി ഞങ്ങളുടെ നേർച്ചകൾ അർപ്പിക്കുവാൻ അല്ലാഹു മാത്രം മതിയെന്നോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു അത്ഭുതകരമായ കാര്യമാണല്ലോ. അതായിരുന്നു മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. അല്ലാഹു അല്ലാത്തവരോട് തേടുവാൻ, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ അവർക്കുണ്ടായിരുന്ന രണ്ട് ന്യായങ്ങളാണ്. ഒന്നാമത്തത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ദാ നമ്മളൊക്കെ പാപികളാണ്, നമ്മളൊക്കെ ധാരാളം തെറ്റുകൾ ചെയ്തവരാണ്. അതുകൊണ്ട് നമുക്കൊന്നും അല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ ഈ ഔലിയാക്കന്മാരുമാണ്. മക്കത്തെ മുശ്രിക്കിൻ്റെ വിശ്വാസം സൂറത്തു സുമറിൽ അല്ലാഹ് പറയാണ്, നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ ഈ മഹാന്മാരുമാണ്. ലാത്ത പോലെ, ഉസ്സ പോലെ, മനാത്ത പോലെ, ഈ ഇബ്രാഹിം ഇസ്മായിൽ പ്രവാചകന്മാർ പോലത്തെ അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ വേണം. രണ്ടാമത് അവർ പറഞ്ഞിരുന്ന ന്യായം, വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഈ അമ്പിയാക്കന്മാരും ഈ ഔലിയാക്കന്മാരും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, നമുക്ക് വേണ്ടി വാദിക്കുവാൻ, ശഫാഅത്ത് ചെയ്യുവാൻ ഈ ഔലിയാക്കന്മാരുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ പറയുന്ന ന്യായം, നമ്മൾ പാപികളാണ്, അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ അനുമതിയില്ല എന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്ത ഔലിയാക്കന്മാരുമാണ്, അല്ലാഹുവിലേക്ക് അടുത്ത അമ്പിയാക്കന്മാരുമാണ്, അല്ലാഹുവിലേക്ക് അടുത്ത സ്വാലിഹീങ്ങളുമാണ്. ഒരു സഖാഫി പ്രസംഗിച്ചത്, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഇത് KSRTC ബസ്സിൽ പോകുന്നത് പോലെയാണ്, എന്നാൽ ഔലിയാക്കന്മാരോടുള്ള പ്രാർത്ഥന ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്. KSRTCയിലുള്ള യാത്ര എത്തിയാലെത്തും, അല്ലെങ്കിൽ വഴിയിൽ കിടക്കും. അതുപോലെയാണ് അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയത്ര. എന്നാൽ ഔലിയാക്കന്മാരോടുള്ള പ്രാർത്ഥന ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്. ബെൻസ് കാറിൽ വളരെ പെട്ടെന്നെത്തും. നഊദു ബില്ലാഹ്. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഈ വിശ്വാസം വെച്ച് വേറുവാൻ സാധിക്കുന്നത്? പ്രിയമുള്ളവരെ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണ മുവഹിദാകുന്നില്ല. എന്താണ് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മിൻ ഈമാനിഹിം, മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്, അന്നഹും കാനൂ ഇദാ ഖീല ലഹും, അവരോട് നീ ചോദിക്കപ്പെട്ടാൽ, മൻ ഖലഖസ് സമാവാത്, ആകാശങ്ങളെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. വമൻ ഖലഖൽ അർള, ഭൂമിയെ ആരാ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്ക് പറയും അല്ലാഹ്. വമൻ ഖലഖൽ ജിബാൽ, പർവ്വതങ്ങളെ ആരാ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്ക് പറയും അല്ലാഹ്. അല്ലാഹ് പറയല്ലേ, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറശ് ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാ? സൂര്യചന്ദ്രാദികളെ കീഴ്പ്പെടുത്തിയതാരാ? അബൂജഹലിനോട് ചോദിച്ചാൽ, അബൂലഹബിനോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്, അല്ലാഹുവാണ് എന്ന്. ആ വിശ്വാസം വെച്ച് പുലർത്തിയ അബൂജഹലിനെ ബദ്റിൻ്റെ രണാങ്കണത്തിൽ മുസ്ലിമീങ്ങൾ വധിച്ചു കളഞ്ഞു. എന്തിനു വേണ്ടി? തൗഹീദുർ റുബൂബിയ്യ മാത്രം അംഗീകരിച്ചതുകൊണ്ട് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുകയില്ല.
മക്കത്തെ മുശ്രിക്കിന് തെറ്റുപറ്റിയ മേഖല തൗഹീദുൽ ഉലൂഹിയ. എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ സുജൂദുകൾ, എൻ്റെ നേർച്ചകൾ, എൻ്റെ വഴിപാടുകൾ ഇതെല്ലാം അള്ളാഹുവിന് മാത്രമാണ് എന്ന മേഖലയിൽ മക്കത്തെ മുശ്രിക്കിന് തെറ്റുപറ്റി. പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിനും ധാരാളമായി തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് പറ്റിയ മറ്റൊരു തെറ്റായിരുന്നു അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകളിലുള്ള തെറ്റായ വിശ്വാസം. അവരോട് പറഞ്ഞില്ലേ, വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാൻ, പരമകാരുണ്യത്തിന് വേണ്ടി നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്നവരോട് പറയപ്പെട്ടാൽ അവരുടെ ചോദ്യം വമർ റഹ്മാൻ, ഏതാണ് റഹ്മാൻ? അള്ളാഹു റഹ്മാനോ? അങ്ങനെ റഹ്മാൻ ഞങ്ങൾക്കറിയുകയില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇന്ന് പല ആളുകളും സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇന്ന ഔലിയാക്കന്മാരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അവരാണ് നമ്മോട് ഏറെ അനുകമ്പയുള്ളവർ. അവരുടെ സംസാരം കേട്ടാൽ തോന്നും അള്ളാഹുവിനേക്കാൾ സ്നേഹമാണ് ആ ഔലിയാക്കന്മാർക്ക് നമ്മോട് എന്ന്. ആ അള്ളാഹുവിനേക്കാൾ പാപങ്ങൾ പൊറുക്കുന്നവരാണ് ആ അമ്പിയാക്കന്മാർ, ആ ഔലിയാക്കന്മാരെന്ന് അവരുടെ സംസാരം കേട്ടാൽ തോന്നും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് എല്ലാം പൊറുക്കുന്നവൻ. അവൻ മാത്രമാണ് എല്ലാ പ്രാർത്ഥനകൾക്കും എല്ലാ ആരാധനകൾക്കും അർഹനായിട്ടുള്ളവൻ. ബദറിൻ്റെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം ചോദിച്ച ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, ഫസ്തജാബ ലക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകി. നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ പറയുന്ന ഒരു ന്യായമാണ്, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നില്ല, ഇസ്തിഗാസയാണ് ചെയ്യുന്നത്. ഇന്ന ഷെയ്ഖിനോട്, ഇന്ന വലിയനോട് ഞങ്ങൾ ഇസ്തിഗാസയാണ് ചെയ്യുന്നത്. എന്താണ് ബദരീങ്ങളുടെ ക്വാളിറ്റി? ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് അവർ പഠിപ്പിച്ച ആദർശം ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രം. അതിനു മുമ്പ് മഹാന്മാരില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമില്ലേ? മൂസാ നബി ഇല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമില്ലേ? ഏതെങ്കിലും ഒരു പ്രവാചകന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബത്തോ ഇസ്തിഗാസ നടത്തിയോ? സ്വഹാബത്ത് ബദറിൽ വിളിച്ച് പ്രാർത്ഥിച്ചത്, ബദരീങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ഇന്ന് ആ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ മുസ്ലിം ഉമ്മത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ബദർ കഴിഞ്ഞ് ഹിജ്റ 3-ൽ ഉഹദ് വന്നില്ലേ? ഉഹദിന്റെ രണാങ്കണത്തിൽ മുസ്ലിമീങ്ങൾ ശക്തമായി പരീക്ഷിക്കപ്പെട്ടില്ലേ? 70ഓളം സ്വഹാബത്ത് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി. 70ഓളം സ്വഹാബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് പൊട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്നും ചോര വാർന്നൊലിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ശക്തമായി പരീക്ഷിക്കപ്പെട്ടു ഉഹദിന്റെ രണാങ്കണത്തിൽ. ഉഹദിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു സ്വഹാബി ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോ? അത് കഴിഞ്ഞ് ഖന്തഖ് വന്നില്ലേ? മുസ്ലിമീങ്ങളുടെ ഹൃദയം തൊണ്ടയിലേക്ക് എത്തുമാർ മുസ്ലിമീങ്ങൾ പേടിച്ചില്ലേ? ശക്തമായി പരീക്ഷിക്കപ്പെട്ടില്ലേ? അഹ്സാബിന്റെ വേളയിൽ, ഖന്തഖിന്റെ വേളയിൽ, ഉഹദിന്റെ വേളയിൽ ഏതെങ്കിലും ഒരു സ്വഹാബി, ബദറിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു സ്വഹാബിയെ വിളിച്ച് പ്രാർത്ഥിച്ചോ? പിന്നെ എങ്ങനെ ആ ബദരീങ്ങളെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കും? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ്. ബദറിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നത് വിശ്വാസത്തിൻ്റെ കരുത്താണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നല്ല മൂർച്ചയുള്ള ഒരായുധം പോലും സ്വഹാബത്തിൻ്റെ കൈകളിലില്ല. മൂർച്ചയുള്ള ഒരായുധം പോലുമില്ല, ഉടുതുണിക്ക് മറുതുണി പോലുമില്ലാത്ത അവസ്ഥയിൽ, വിശപ്പടക്കാനുള്ള ഭക്ഷണം പോലുമില്ലാത്ത അവസ്ഥയിലാണ് സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. അവർക്കറിയാമായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ദുനിയാവിൽ വെച്ചുകൊണ്ടല്ല, ദുനിയാവിലെ ഏതെങ്കിലും ഷെയ്ഖുമാരോ ഏതെങ്കിലും കബറിൽ കിടക്കുന്ന മഹാന്മാരോ ഏതെങ്കിലും രാജാക്കന്മാരോ അല്ല ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്ന് അവർക്കറിയാമായിരുന്നു. അന്നസ്റു മിൻ ഫൗഖിസ് സമാ,
ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹുവിൽ നിന്നാണ് ഞങ്ങൾക്ക് സഹായമെന്ന് അവർക്കറിയാമായിരുന്നു. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട് സഹായിക്കാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന വിശ്വാസമാണ് ബദരീങ്ങൾ പഠിപ്പിച്ചത് എങ്കിൽ ആ വിശ്വാസം ഹൃദയത്തിൽ വെച്ച് പുലർത്തിയത് കൊണ്ടാണ് അവർ ബദറിലേക്ക് ഇറങ്ങിയത് എങ്കിൽ അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം വന്നത്. അതുകൊണ്ട് ഏത് മേഖലയിലും പ്രാർത്ഥനകളെങ്കിലവും സുജൂദുകളെങ്കിലവും നേർച്ചകളെങ്കിലവും അറിവുകളെങ്കിലവും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ആദർശമാണ് ബദരീങ്ങൾ പഠിപ്പിച്ചത് എങ്കിൽ, അതിനു വേണ്ടിയാണ് അവർ ബദറിൻ്റെ രണാങ്കണത്തിൽ ജീവിതം ത്യജിച്ചത് എങ്കിൽ ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ചെയ്യുന്നത്, ബദരീങ്ങൾക്ക് വേണ്ടി അറിവ് നടത്തുന്നവർ ചെയ്യുന്നത് അവരെ ആക്ഷേപിക്കലാണ്, അവരെ പരിഹസിക്കലാണ്, ബദരീങ്ങളുടെ ആദർശത്തിനെതിരെ പ്രവർത്തിക്കലാണ് അത്തരക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബദറിൽ സ്വഹാബത്ത് ധൃതി കൂട്ടിയത് സ്വർഗത്തിന് വേണ്ടിയായിരുന്നു. സ്വർഗം കൊതിച്ചുകൊണ്ടാണ് സ്വഹാബത്ത് ബദറിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ മുശ്രിക്കീങ്ങൾ ആഗ്രഹിച്ചത് ദുനിയാവായിരുന്നു. 1000-ഓളം മുശ്രിക്കീങ്ങൾ ബദറിലേക്ക് വന്നില്ലേ? അവരുടെ ഹൃദയത്തിൽ മുഴുവൻ ദുനിയാവിനോടുള്ള ഹുബ്ബായിരുന്നു. എന്നാൽ സ്വഹാബത്ത് കൊതിച്ചത് സ്വർഗമായിരുന്നു. അതുകൊണ്ട് അവർക്ക് മരിക്കാൻ ഭയമുണ്ടായിട്ടില്ല. ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ മരണത്തെ ഭയന്നുകൊണ്ടല്ല സ്വഹാബാക്കൾ ഇറങ്ങിയത്. ഒരു മുസ്ലിമിൻ്റെ ക്വാളിറ്റിയാണത്. അവനൊന്നും ഭയമില്ല. എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നവൻ, എനിക്ക് റിസ്ക് നൽകുന്നവൻ, എന്നെ മരിപ്പിക്കുന്നവൻ, എൻ്റെ ജീവിതത്തിൽ അദൃശ്യമായി ഇടപെടുന്നവൻ, എനിക്ക് രോഗം നൽകുന്നവൻ എല്ലാം അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ ദുനിയാവിലൊന്നും ഭയപ്പെടേണ്ടതില്ല. ദുനിയാവിൽ ഏതെങ്കിലും രാജാക്കന്മാരെയോ ഏതെങ്കിലും ഭരണകൂടത്തെയോ മറ്റൊന്നിനെയും അവന് ഭയപ്പെടേണ്ടതില്ല. പൂർണ്ണമായ നിർഭയത്വം അവന് ലഭിക്കും. അതുകൊണ്ടാണ് ബദറിൻ്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സ്വഫാക്കി നിർത്തുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു സ്വഫിൽ നിന്ന് കുറച്ച് മുന്നിലാണ്. റസൂലുള്ളാഹി തൻ്റെ കുന്തം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറ്റിലൊന്ന് കുത്തി, ഒന്നുള്ളിലേക്ക് കയറി നിൽക്കാൻ പറഞ്ഞ് റസൂലുള്ളാഹി വയറ്റിലേക്കൊന്ന് കുത്തി. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, അള്ളാഹു താങ്കൾ നിയോഗിച്ചിട്ടുള്ളത് സത്യസന്ധമായ വാർത്ത കൊണ്ടും അതിൽ കൊണ്ടുമാണ്, നീതി കൊണ്ടുമാണ്. താങ്കൾ എന്നെ കുത്തി, അത് അനീതിയാണ്. എനിക്ക് പ്രതിക്രിയ ചെയ്യണം റസൂലേ, താങ്കളോട് എനിക്ക് പ്രതികാരം തീർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം അഴിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശരീരത്തിലെ ഖമീസ് മാറ്റി സവാദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രതികാരം തീർക്കാൻ വേണ്ടി തൻ്റെ പൂമേനി കാണിച്ചു കൊടുത്തു. സവാദ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ചു. പ്രവാചകന്റെ ചോദ്യം, മാ ഹമലക അലാ ഹാദാ യാ സവാദ്, സവാദ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യാൻ എന്താണ് സവാദ് താങ്കളെ പ്രേരിപ്പിച്ചത്? റസൂലേ, ഹളറ മാ തറ, ദാ താങ്കൾ കണ്ടുവല്ലോ, ബദറിലേക്കാണ് ഇറങ്ങാൻ നിൽക്കുന്നത്. റസൂലേ, മരണത്തിലേക്കാണ് കാലെടുത്തു വെക്കാൻ നിൽക്കുന്നത്. ഇനിയൊരു തിരിച്ചു വരവുണ്ടാകുമോ എന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവസാനമായി റസൂലേ, എൻ്റെ ശരീരം താങ്കളുടെ ശരീരത്തോടൊന്ന് ചേർത്ത് വെച്ചതാണ്. അവർക്കറിയാമായിരുന്നു മരണത്തിലേക്കാണ് കാലെടുത്തു വെക്കുന്നത് എന്ന്. പക്ഷേ ഒരു തരിമ്പ് പോലും അവർ ഭയപ്പെട്ടിട്ടില്ല. കാരണം പരലോക വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നിരുന്നു. മുസ്ലിം ഉമ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുലേക്ക് മാത്രം കൈകൾ ഉയർത്തുന്ന ഈ ആദർശം എപ്പോഴെല്ലാം മുറുകെ പിടിച്ചിട്ടുണ്ടോ ആ സന്ദർഭത്തിലെല്ലാം അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം എത്തിയിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളുമായി ചെല്ലുന്ന, അള്ളാഹു അല്ലാത്ത ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും സുജൂദുകൾ അർപ്പിക്കുന്ന അവസ്ഥയിൽ ശിർക്കൻ വിശ്വാസവുമായി മുസ്ലിം ഉമ്മത്ത് ഏതെല്ലാം കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിൽ നിന്നത ഇറക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം നാം നോക്കിക്കാണേണ്ടതുണ്ട്. ബദർ പഠിക്കുമ്പോൾ, ബദരീങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ
തൗഹീദ് എന്താണ് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടൂ, അള്ളാഹുവിലേക്ക് മാത്രമേ നേർച്ചകൾ അർപ്പിക്കാവൂ, അള്ളാഹുവിലേക്ക് മാത്രമേ അറിവുകൾ അർപ്പിക്കാവൂ, സുജൂദുകൾ അർപ്പിക്കാവൂ എന്ന തൗഹീദിൻ്റെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ മുവഹിദീങ്ങളായി നമ്മെ ഏവരെയും മാറ്റി തീർക്കുമാറാകട്ടെ. ഇസ്തിഖാമത്തോടുകൂടി മരണം വരെ നിലനിൽക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, ബദർ നമുക്ക് നൽകുന്ന മറ്റൊരു വലിയ പാഠമാണ് വിട്ടുവീഴ്ച എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ചീത്ത പറഞ്ഞ അധിക്ഷേപിച്ച ഹുദൈബിയ സന്ധിയിൽ മുസ്ലിമീങ്ങൾക്കെതിരെ കരാറെഴുതിയ വ്യക്തിയാണ് സുഹൈൽ ഇബ്നു അംർ. അദ്ദേഹം പിന്നീട് സ്വഹാബിയായി റളിയല്ലാഹു അൻഹു. എന്നാൽ ബദർ നടക്കുന്ന സമയത്ത് അദ്ദേഹം മുശ്രിക്കീങ്ങളുടെ പക്ഷത്താണ്. അദ്ദേഹത്തിൻ്റെ മേൽചുണ്ട് ഒരൽപ്പം കീറിയ അല്ലെങ്കിൽ മുറിവായ അവസ്ഥയിലായിരുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ചുണ്ടുകൊണ്ട് നാവുകൊണ്ട് അയാൾ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇത് കേട്ട് വല്ലാത്ത രോഷം കൊണ്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യം, റസൂലേ, അവൻ്റെ താഴത്തെ 2 പല്ല് ഞാൻ പറിച്ചെടുക്കട്ടെ, എന്നാൽ അവൻ്റെ നാവ് പുറത്തേക്ക് തൂങ്ങും, പിന്നെ റസൂലെ അവൻ താങ്കളെ ചീത്ത പറയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു. അടങ്ങു ഉമർ, അപ്രകാരം ചെയ്യരുത് ഉമർ. ആ സുഹൈലിനെ കൊണ്ട് നീ സന്തോഷിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. സുഹൈലിനെ എങ്ങാനും ആ രൂപത്തിൽ അംഗവിച്ഛേദനം ചെയ്താൽ അള്ളാഹു നമ്മോട് അതുപോലെ പ്രവർത്തിക്കും ഉമർ. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്. ബദറിൽ പിടിച്ചെടുത്ത 70ഓളം മുശ്രിക്കീങ്ങൾ, അതിൽ പ്രവാചകൻ്റെ കുടുംബക്കാർ പോലുമുണ്ട്. എന്നാൽ അവരെ സ്വതന്ത്രമായി വിട്ടയക്കുകയാണ്. അവർ പകരം ഫിദിയ നൽകി, ദണ്ഡം നൽകി, പ്രായശ്ചിത്തം നൽകി അവരെ വിട്ടയക്കുന്നുണ്ട്. പ്രവാചകൻ്റെ കുടുംബക്കാരിൽ നിന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദിയ നൽകിയിട്ടാണ് വിട്ടയക്കുന്നത്. എന്നാൽ മുശ്രിക്കീങ്ങളായ പ്രവാചകനെ അധിക്ഷേപിച്ചിരുന്ന, നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ പല മുശ്രിക്കീങ്ങളെയും അവരുടെ കൈകളിൽ നിന്ന് ഫിദിയ പോലും വാങ്ങാതെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതന്ത്രരാക്കി പറഞ്ഞയക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വലിയ ഒരു വിട്ടുവീഴ്ചയുടെ പാഠം നമുക്ക് ബദർ നൽകുന്നുണ്ട്. നമ്മളെ ഉപദ്രവിച്ചവർ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും നമ്മുടെ ഹൃദയത്തിന് മുറിവുണ്ടാക്കിയവർ, നമ്മെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചവർ, അത്തരക്കാർക്കെല്ലാം പുറത്തു കൊടുക്കണമെന്ന ഒരു വലിയ വിട്ടുവീഴ്ചയുടെ പാഠം ബദർ നൽകുന്നുണ്ട്. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ചയുടെ മാർഗം സ്വീകരിക്കണം. വഅൻ തഅഫു അഖ്റബു ലിത്തഖ്വ, നീ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ബദരീങ്ങളെ സ്നേഹിക്കുന്ന ആ ബദരീങ്ങളുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആ പ്രവാചകൻ്റെയും ബദരീങ്ങളുടെയും മാർഗം അനുധാവനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വിട്ടുവീഴ്ച എന്ന വലിയ ക്വാളിറ്റി നമ്മൾ കൊണ്ടു നടക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ സ്നേഹിച്ചും അവരുടെ മാർഗം പിൻപറ്റിയും നാളെ പരലോകത്ത് അവരോടൊപ്പം സ്വർഗത്തിൽ ഒത്തുചേരുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ, റമളാനിൽ ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം നീ സ്വാലിഹായ അമലായി ഞങ്ങളെ സ്വീകരിക്കണമേ.
വന്നുപോയ തെറ്റുകൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ രോഗിയായ ഒരുപാട് ആളുകളുടെ അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണമേ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. ഞങ്ങളുടെ പള്ളികൾക്ക് വേണ്ടി സഹായിക്കുന്ന, അതിനുവേണ്ടി സഹകരിക്കുന്ന ആളുകൾ അല്ലാഹുവേ, അവരുടെ ആ സ്വതക്കയിൽ, അവരുടെ ആ സഹകരണത്തിൽ നീ എല്ലാവിധത്തിലുള്ള ഹൈറും ബർക്കത്തും ചൊരിയുമാറാകണമേ. അത് സ്വാലിഹാമലെ സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.